ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ഹാക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. മുട്ട വെച്ചിട്ട്. യെസ്, ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലേ മുട്ടയും മറ്റേ ടിഷ്യൂവും ബ്രൂ കോഫി ആ സംഭവങ്ങൾ ഇട്ടിട്ട് മുഖത്ത് നമ്മൾ ഒരു ഫേസ് മാസ്ക് പോലെ ഇടുകയാണ്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അമ്മു ചേച്ചിക്കും ട്രൈ ചെയ്യാൻ. രുക്കു പറഞ്ഞു നല്ല രസമാണ്, എപ്പോഴും ഞാൻ ഈ രസം എന്ന് പറയും കേട്ടോ. രുക്കു പറഞ്ഞു നല്ല ഭംഗിയാണ്, നല്ല മുഖമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വരും എന്നൊക്കെ പറയാം. അത് ഞാൻ പക്ഷെ ട്രൈ ചെയ്തില്ല. ഞാൻ ഒന്ന് രുക്കുവിന്റെ ഒരു നേതൃത്വത്തിൽ നമ്മളത് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഇതെങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്ക് താജ്മഹൽ പണിയാ. ഒരു സ്പൂൺ പഞ്ചസാര നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ, കാരണം മുഖത്ത് ഇച്ചിരി തരിതിരിപ്പൊക്കെ ഉള്ളതല്ലേ, നമുക്കത് റെഡിയാ. എന്നിട്ട് അതിനകത്ത് നമ്മളെ ബ്രൂ ഇത് നമ്മൾ ഇടുക. കുറച്ച് വെള്ളം നമുക്ക് ഡൽഗോണ കോഫി ആണെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്യണം ഗൈസ്. പഞ്ചസാര ഈ ബ്രൂവിന്റെ അതും കൂടെ നല്ല രീതിയിൽ മിക്സ് ആവണം. മുട്ടയുടെ മഞ്ഞ ഇടരുത്, വെള്ള ഇതാണ് നമുക്ക് വേണ്ടത്. ഒരു ഭയങ്കര സീൻ തീ മാസ്ക് വെച്ചിടാൻ പറ്റുമോ? കൊള്ളാം കേട്ടോ. ഈ മാസ്ക് ഒക്കെ ഇടുമ്പോഴത്തേക്കേ നമ്മൾ പഴയ ഡ്രസ്സ് കൊണ്ടിടാം കേട്ടോ, കാരണം ഇത് നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണ് ഞാൻ ഈ ഡ്രസ്സ് ഒക്കെ ഇട്ട് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെ മുഖത്ത് ഇടാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമ്മള് മേക്കപ്പ് ചെയ്യുന്നത് സുമലത ചേച്ചിയാണ്. നല്ലൊരു സുഖമൊക്കെ ഉണ്ട് കേട്ടോ, ഒരു മിനുസമുണ്ട്. കോഫിയുടെ മണം നല്ല രീതിയിൽ വരുന്നുണ്ട് കേട്ടോ. മുട്ടയുടെ അത്ര സ്മെൽ എനിക്ക് വരുന്നില്ല, പക്ഷെ കുറച്ച് വരുമായിരിക്കും. മൂക്ക് കിട്ടില്ല, എനിക്ക് ബ്രെഡും കൂടെ തന്നേരം പൊരിച്ചു. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇതൊക്കെ കണ്ടു ഗൈസ്, ഇളവി വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി നോക്കാം. നമ്മൾ മുമ്പ് മറ്റേ എന്തായിരുന്നു എവർ യൂത്തിൻ്റെ ചെയ്ത് നോക്കി, അത്ര എഫക്റ്റ് ആണോ എന്ന് അറിയത്തില്ല. നോക്കട്ടെ. ഉണങ്ങിയില്ലേ? എന്താ ചെയ്യൂലേ? എന്റെ ചേച്ചി മൂക്കിടിച്ച് വീണായിരുന്നു. അങ്ങനെ തിളക്കാരൊന്നും പറ്റത്തില്ല. പിരികൊക്കെ പോയി. സീരിയസ്ലി എന്റെ കൈ വന്നിട്ട് ചുമ്മാതാ. ശരി, ഞാൻ കണ്ടില്ല എന്റെ ഫേസ്. നിങ്ങൾ ഡിപ്പു പറഞ്ഞാലേ എനിക്ക് അറിയാൻ പറ്റത്തില്ല എങ്ങനെയാണെന്ന്. കൊള്ളാമോ? അടിപൊളി ഫേസ്. ആ ടിഷ്യൂ പേപ്പറിന്റെ ചുളിവ് ചെറുതായിട്ട് കാണും, പക്ഷെ സംഭവം നൈസ്. ആ വൈറ്റ് ഹെഡൊക്കെ പോയി. അവിടെ കണിക്കില്ല, അവിടെ വൈറ്റ് ഹെഡ്. എനിക്കിത് കാണാൻ പറ്റത്തില്ല എങ്ങനെ എത്രത്തോളം ബെറ്റർ ആണെന്ന്. ഞാനൊന്ന് വാഷ് ചെയ്തിട്ട് തിരിച്ചു വരാം. ഗൈസ്, ഞാൻ
ഫേസ് വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ടോ. ഞാൻ മുഖത്ത് വേറെ ഒന്നും ചെയ്തിട്ടില്ല, മുഖം മാത്രം കഴുകി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല സോഫ്റ്റ് ഉണ്ട്. നമ്മള് എവർ യൂത്തിന്റെ യൂസ് ചെയ്തില്ല, അതേ എഫക്ട് തന്നെ. അതിനെക്കാട്ടിയും അതിനെക്കാട്ടിയും ബെറ്റർ ആണ്. നല്ല നല്ല തുടുത്തിരിക്കുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു ഇല്ലേ. ഒരുപാട് എല്ലാം പോയി വൈറ്റ് അടിച്ചു. മറ്റേത് നല്ല രീതിയിൽ ഉണങ്ങണം. ഉണങ്ങിയിട്ട് എടുക്കുമ്പോൾ നല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ തലേന്നൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും കേട്ടോ. പിന്നെ ഈ ടിഷ്യൂസിന്റെ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ വരും. നിങ്ങൾ അന്നത്തെ ദിവസം സോപ്പോ ഫേസ് വാഷോ ഒന്നും യൂസ് ചെയ്യണ്ട. നല്ല രസമുണ്ട്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ തന്നെ ഇരുന്നാലേ ഫേസിൽ പിടിക്കത്തുള്ളൂ. ഈ ഒരു ദിവസം ഇങ്ങനെ തന്നെ ഇരിക്കണം. കൊള്ളാല്ലേ. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നല്ലതാണ്. എനിക്ക് നല്ല റിസൾട്ട്. പിന്നെ നമുക്ക് ഇത്തിരി ടൈം പോവും. പിന്നെന്താ ചെറുതായിട്ട് ചുളുങ്ങും. പിന്നെ ഇപ്പോഴും ഞാൻ പറയുക, പഴയ ഡ്രസ്സ് ഇട്ടുകൊണ്ട് മാത്രമേ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.